ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പിയും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്പഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ 1 കപ്പ് മൈദ, അത് കുമിച്ചെടുക്കരുത്, ഒരു 1/4 ഭാഗമാക്കിയിട്ട് എടുക്കണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ സീവ് ചെയ്ത് നമ്മൾ ഇതുപോലെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാര. അപ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യമാക്കിയിട്ട് ഇത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ 1 kgയുടെ ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു അലുമിനിയം പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഒരു 45 മിനിറ്റ്സ് ആയപ്പോൾ നമുക്ക് ബേക്കായി കിട്ടി. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ബോർഡിൽ ആദ്യം അല്പം ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലപോലെ വെറ്റ് ചെയ്യണം. ചോക്ലേറ്റ് സ്പഞ്ച് ആകുമ്പോൾ നല്ലപോലെ തന്നെ ഇത് വെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇത് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് ലെയറായിട്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫുൾ ഡെക്കറേഷൻസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും സിമ്പിളായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മൊത്തത്തിലൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് സെറ്റ് ആവാനായിട്ടൊന്നും വെക്കുന്നില്ല, കാരണം പെട്ടെന്ന് തന്നെ ഇത് തീരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്യാനൊന്നും വെക്കാണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ റോസസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 100ൻ്റെ നോസിലല്ല ഈ ഒരു റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് റോസിൻ്റെ നോസിലാണ്. 100ൻ്റെ 44 നമ്പർ നോസിലിനേക്കാളും ഒന്ന് ഫ്ലാറ്റ് പരുവത്തിലാണ് ഈ ഒരു ഇതുള്ളത്. അപ്പോൾ ആ ഒരു നോസിൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു റോസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ 3 റോസസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.